എന്റെ ബാച്ചിലർ പാർട്ടി ദിവസം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ ഒരു സെലിബ്രേഷൻ വേണല്ലോ. വെയിറ്റർ. പക്ഷേ എന്റെ വിവാഹത്തിന് മുന്നത്തെ ദിവസം എനിക്ക് പറയാൻ പോലും ലജ്ജ തോന്നുന്ന ഒരു കാര്യം സംഭവിച്ചു. ആരും എന്റെ ഡ്രിങ്കിൽ ഒരു മരുന്നിട്ടു. പിന്നെ എനിക്ക് ബോധം വന്നപ്പോ ഞാനൊരു ഹോട്ടൽ റൂമിലായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ ആദി, നീ എപ്പോഴാ പുറത്തു പോയത്? നീലിമ, നിന്നെ ഒന്ന് നോക്ക്. എന്താ നിന്റെ അവസ്ഥ? നിന്റെ ബാച്ചിലർ പാർട്ടിയൊക്കെ തീർന്നോ? ആദി, ഞാൻ പറയുന്നത് കേൾക്ക്. ഡോണ്ട് യു ഡെയർ. എന്റെ പേര് പോലും നീ ഇനി പറയരുത്. ഈ കിടക്ക, ഈ വസ്ത്രങ്ങള്, ഈ ടൈ, എല്ലാം കൂടി സത്യം പുറത്തു വന്നു. ഇനി 2 ദിവസത്തിനുള്ളില് നമ്മുടെ വിവാഹമല്ലേ? എന്നിട്ട് നീ ഇന്നലെ മറ്റൊരാളോടൊപ്പമായിരുന്നു. ഇല്ല, നിന്നെ വിവാഹം ചെയ്യാൻ ഇനി എനിക്കാവില്ല. ആദി, ആദി ഒന്ന് കേൾക്ക്. ആദി പ്ലീസ്, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. ആദി ആ വിവാഹം വേണ്ടെന്ന് വെച്ച് പോയി. വിവാഹ സമ്മാനം ബാക്കിയായി, പക്ഷേ വരൻ മാത്രമില്ല. എന്റെ ഡ്രിങ്കിൽ മരുന്ന് കലർത്തിയത് അഞ്ജലിയായിരുന്നു. അവൾ എന്നെ വഞ്ചിച്ചു. അഞ്ജലി, നീ എന്തിനാ എന്നെ ഇങ്ങനെ വഞ്ചിച്ചത്? കാരണം എനിക്ക് ആദിയുടെ അനിയത്തിയല്ല, ഭാര്യയാകാനായിരുന്നു ആഗ്രഹം. നിന്നെ സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. നിന്നെ എന്റെ മകളെന്ന് വിളിക്കാൻ തന്നെ എനിക്ക് ലജ്ജയാ. അച്ഛാ, ഇതെല്ലാം അഞ്ജലി ചെയ്തതാ. അവളെ എന്നെ കുടുക്കിയത്, ഞാനൊന്നും ചെയ്തിട്ടില്ല. മിണ്ടരുത് നീ. ഇന്നു മുതൽ നിനക്ക് ഈ വീടുമായി യാതൊരു ബന്ധവുമില്ല. അഞ്ജലി തന്റെ പ്ലാനിൽ വിജയിച്ചു. അച്ഛൻ എന്റെ വാക്ക് കേട്ടില്ല. എന്റെ സ്റ്റെപ്പ് മദർ എന്നെ അടിച്ചു വീട്ടിൽ നിന്ന് പുറത്താക്കി. എനിക്ക് ആ നഗരത്തിൽ ഒന്നും ബാക്കിയില്ലാതായപ്പോ ഞാൻ ബംഗളൂരുവിലെ അമ്മായിയുടെ വീട്ടിലേക്ക് പോയി. 9 മാസത്തിന് ശേഷം ഞാനൊരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്തു. പക്ഷേ എന്റെ പ്രശ്നങ്ങൾ അവിടെയൊന്നും തീർന്നില്ല. എന്റെ കുഞ്ഞ് ജനിച്ചപ്പോ തന്നെ അവനെ ആരോ ഉപദ്രവിക്കാൻ വന്നു. ആരാ നീ? എന്താ ഇവിടെ ചെയ്യുന്നത്? ഹെൽപ്പ്! അമ്മായി എന്നെ രക്ഷിച്ചു. ആരായിരുന്നു ആ മനുഷ്യന്ന് കണ്ടെത്തിയോ? ആരാണെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ അവൻ നിന്റെ മകന്റെ അച്ഛനാണെന്ന് അവൻ നിരന്തരം പിറുപിറുത്തുകൊണ്ടേയിരുന്നു. അതായത് ആ ദിവസം ഹോട്ടൽ റൂമിൽ ഉണ്ടായിരുന്നത് അയാളായിരിക്കണം. പക്ഷേ ആരാണവൻ? സമയം കടന്നു പോകുന്നതിനിടെ എന്റെ മകൻ എന്റെ ജീവിതമായി. പിന്നീട് അവനായിരുന്നു എന്റെ ലോകം. ഞാൻ പുതിയൊരു ജീവിതം തുടങ്ങി. എന്റെ പഴയ കാലം മുഴുവനായി ഞാൻ മറന്നുപോയി. അതിന്റെ നിഴൽ അച്ചുവിന്റെ മേൽ വീഴാതിരിക്കാനായിരുന്നു എന്റെ ശ്രമം. ഞാനൊരു എന്റർടൈൻമെന്റ് കമ്പനിയിൽ ജോലി തുടങ്ങി. അപ്പോൾ ഒരു ദിവസം അമ്മേ അമ്മേ അമ്മ ഉടൻ വാ. അച്ചു, അച്ചു, ഞാൻ അച്ഛനെ കണ്ടു. നോക്ക്, നമ്മുടെ 2 പേരുടെയും കയ്യില് ഒരേ മാർക്കാ. അച്ചു, നീ. ആ മനുഷ്യന്റെ മുഖം ഞാൻ കണ്ടപ്പോൾ ഞാൻ മുഴുവനായും അലിഞ്ഞുപോയി. അവന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്ക് മുമ്പേ ഒരു ബന്ധം ഉണ്ടായിരുന്നതുപോലെ തോന്നി. അമ്മേ, ഇതല്ലേ എന്റെ പപ്പ? നമുക്ക് പപ്പയെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. അച്ചു, എന്താ നീ പറയുന്നത്? ഇത് നിന്റെ പപ്പയല്ല. എന്റെ മാനേജർ വന്ന എനിക്കിപ്പോ ചീത്ത കേൾക്കും. നീലിമ, അച്ചുവിനെ പുറത്തേക്ക് കൊണ്ടോ? കമ്പനി CEO സിദ്ധാർത്ഥ് ഇവിടെ എത്തിയിട്ടുണ്ട്. അച്ചു പ്ലീസ്,
അവൻ നിന്റെ അച്ഛനല്ല. ഹലോ. നീലിമ, ഇപ്പൊ തന്നെ എന്റെ ക്യാബിനിലേക്ക് വാ. ഓക്കെ സർ. ഓക്കെ സർ. ഗോഡ്. അച്ചു, നീ എന്റെ ക്യാബിനിലിരിക്കെ, ഞാൻ ഇപ്പൊ വരാം. അത് നിന്റെ മകനാണോ? നീയാണോ ഇവൻ ഇതെല്ലാം പഠിപ്പിച്ചു വിട്ടത്? ഇല്ല സർ, എനിക്ക് അറിയില്ലായിരുന്നു നിങ്ങൾ വരുമെന്ന്. സത്യത്തിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ നേരിൽ കണ്ടിട്ടില്ല. നോക്ക്, ഞാൻ അവനെ വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നാളെ നമുക്ക് ഡിന്നറിന് പോവാം. ഇതെന്റെ പുതിയ ജീവിതത്തിന്റെ തുടക്കമാണെന്ന് വിചാരിച്ച് എനിക്ക് വളരെയധികം സന്തോഷമായി. അതേസമയം എന്റെ ഫോണിൽ അച്ഛന്റെ കോള് കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. 6 വർഷത്തിന് ശേഷം അച്ഛൻ എന്നെ വിളിച്ചിരിക്കുന്നു. അപ്പാ, അദ്ദേഹം രോഗാവസ്ഥയിലാണ്, അവസാനമായി എന്നെ കാണണമെന്ന് പറഞ്ഞു. എനിക്ക് പറ്റില്ലെന്ന് പറയാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം അച്ചുവിനൊപ്പം ഞാൻ എന്റെ നഗരത്തിലേക്ക് പോയി. പക്ഷെ അവിടെ സംഭവിച്ചത് ഭൂമി കാലിൽ നിന്ന് വഴുതി പോയതുപോലെയായിരുന്നു. അപ്പാ. ഏയ് നീലിമ, നിങ്ങൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ട്? അത് ചുമ്മാ പറഞ്ഞതാ. നിന്നെ വിളിപ്പിച്ചത് നിന്റെ സഹോദരി അഞ്ജലിയുടെ എൻഗേജ്മെന്റിനാ. കൂടാതെ നിനക്കൊരു ഗിഫ്റ്റും ഉണ്ട്. വാ, ഇരിക്കേ, എന്തെങ്കിലും കഴിക്കേ. ഒരു മിനിറ്റ്. ഇന്ന് അഞ്ജലിയുടെ എൻഗേജ്മെന്റ് ആയിരുന്നു. പക്ഷെ അവളുടെ വരന്റെ മുഖം കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. അവൾ വിവാഹം ചെയ്യുന്നത് എന്റെ മുൻ കാമുകൻ ആദിയെയാണ്. ഒടുവിൽ അവൾ ആദിയെ അവളുടെ വലയിൽ കുടുക്കി. പിന്നെ ആദിയോടൊപ്പം അവൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിനക്ക് നാണമില്ലേ നിന്റെ കള്ള കുഞ്ഞിനെയും കൊണ്ട് നമ്മുടെ എൻഗേജ്മെന്റിന് വരാൻ? ഹൗ ഡേ യു അഞ്ജലി! എന്റെ അച്ചുവിനെ കുറിച്ച് ഒരക്ഷരം നീ പറയരുത്. അവൻ കള്ളക്കുഞ്ഞല്ല. കള്ളക്കുഞ്ഞല്ലെങ്കിൽ ഇവൻ രാജാവിന്റെ മകനാണോ? ഞാൻ പലതവണ പറഞ്ഞല്ലോ, ആ രാത്രിയെക്കുറിച്ച് ഒന്നും എനിക്ക് ഓർമ്മയില്ലെന്ന്. ആരും എന്നെ കുടുക്കിയതാ. നീ സംസാരിക്കുന്ന രീതിയിൽ നോക്കുമ്പോ ലോകത്തിലെ ഏറ്റവും ശുദ്ധയായ പെൺകുട്ടി നീയാണെന്ന് തോന്നുന്നു. ആദി, അവള് ബംഗളൂരുവിൽ ഒരു വീട് വാങ്ങിയെന്നാണ് കേട്ടത്. നോക്ക്, എത്ര വലിയ ആളെയായിരിക്കും അവള് കുടുക്കിയത്. നീലിമ, ഞാൻ നിന്റെ ജീവിതം മെച്ചപ്പെടുത്താനാണ് നോക്കുന്നത്. പക്ഷേ നിന്റെ തന്ത്രങ്ങൾ കൊണ്ട് കാര്യമില്ല. ഞാൻ നിന്റെ വിവാഹത്തെക്കുറിച്ച് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. വാ, ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. ഇതാണ് മിസ്റ്റർ സുധാകരൻ. മിസ്റ്റർ സുധാകരൻ, നിങ്ങൾക്ക് സമ്മതമെങ്കിൽ നമുക്ക് ഉടനെ വിവാഹം ഫിക്സ് ചെയ്യാം. അയാളുടെ മുഖം കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. അയാൾക്ക് എന്റെ അച്ഛനേക്കാൾ പ്രായം കൂടുതലായിരുന്നു. ടിവിയിൽ പലപ്പോഴും ഞാൻ കണ്ടിരുന്ന ആളായിരുന്നു അയാൾ. സ്ത്രീകളെ പീഡിപ്പിച്ചതിന് പലതവണ ജയിലിൽ പോയവൻ. ഞാൻ കോപത്തോടെ അച്ഛനെ നോക്കി പുറത്തേക്ക് നടന്നു. അവനൊരു വലിയ ധനികനാ. പപ്പ, അയാൾ മനുഷ്യനല്ല, ഭീകരനാ. എത്ര സ്ത്രീകളാണ് അയാൾക്കെതിരെ കേസ് കൊടുത്തതെന്നറിയോ? പണമുള്ളവർക്കെല്ലാം മാപ്പ് കിട്ടും. നീ അവനെ വിവാഹം ചെയ്താൽ മാത്രം മതി. അതിന് പകരം. പക്ഷേ എനിക്ക് സംശയം തോന്നി. പകരം എന്താ? എന്താ പപ്പ? നിന്റെ അമ്മയുടെ കെമിക്കൽ ഫാക്ടറി ആദിയുടെ പേരിൽ സൈൻ ചെയ്യണം. അപ്പോൾ മാത്രമേ അഞ്ജലിക്ക് അവനെ വിവാഹം കഴിക്കാൻ കഴിയൂ. ഗോഡ്, ഒരിക്കലും നടക്കില്ല. എനിക്ക് ജീവനുള്ളപ്പോ ആ ഫാക്ടറി ആരുടെയും പേരിലാവില്ല. അതുപോലെ ആ വൃദ്ധൻ സുധാകരനെ ഞാൻ ഒരിക്കലും വിവാഹം ചെയ്യില്ല. അച്ഛൻ തന്ന ഡ്രിങ്കിൽ സെഡേറ്റീവ് മരുന്ന് കലർത്തിയിരുന്നതിനാൽ ഞാൻ ബോധം കെട്ട് വീണു. അമ്മ, എന്തു പറ്റി? ഞാൻ കണ്ണു തുറന്നപ്പോൾ ആശുപത്രിയിലായിരുന്നു. അച്ചു അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. അച്ചു, അച്ചു! 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 എക്സ്ക്യൂസ് മീ, എന്റെ കുട്ടിയെ കണ്ടോ?
ആ കത്ത് വായിച്ചപ്പോൾ എന്റെ ലോകം തന്നെ തകർന്നുപോയി. അത് അച്ഛൻ തന്നെയായിരുന്നു അയച്ചത്. അതിലെഴുതിയിരുന്നത്, നിന്റെ കള്ളക്കുഞ്ഞ് ഞങ്ങളുടെ കൈവശമുണ്ട്. അവനെ സുരക്ഷിതമായി വേണമെങ്കിൽ വിവാഹപത്രങ്ങളിൽ ഒപ്പിട്ട് നമ്മുടെ വീട്ടിലേക്ക് വാ. ഞാനുള്ള ധൈര്യം സംഭരിച്ചു. പക്ഷേ ഈ നഗരത്തിൽ എനിക്ക് ആരെയും അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ സിദ്ധാർത്ഥനെ ഓർത്തത്. ഞാൻ അവനെ വിളിച്ചു. ഹലോ ഹലോ. സിദ്ധാർത്ഥ്, ഞാൻ നീലിമയെ സംസാരിക്കുന്നത്. എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. ആരോ എന്റെ മകൻ അച്ചുവിനെ കിഡ്നാപ്പ് ചെയ്തു. ദയവായി സഹായിക്കണം, പ്ലീസ് പ്ലീസ്. നീലിമ നീ ഭയപ്പെടണ്ട. അവനൊന്നും സംഭവിക്കില്ല. ഞാൻ ഫ്ലൈറ്റ് എടുത്ത് ഇന്ന് രാത്രി തന്നെ എത്താം. ഹലോ ഹലോ. എന്റെ അവസാനത്തെ പ്രതീക്ഷയായിരുന്ന സിദ്ധാർത്ഥ് നഗരത്തിലില്ലായിരുന്നു. പക്ഷെ എന്തു കൊടുത്താലും എന്റെ മകൻ അച്ചുവിനെ എനിക്ക് രക്ഷിക്കണം. ദയവായി അതിബുദ്ധി കാണിക്കരുത്. അല്ലെങ്കിൽ ഒരു മകൾക്ക് മകനെ രക്ഷിക്കാൻ സ്വന്തം അച്ഛനെ വെടിവെക്കേണ്ടി വരും. ദയവായി അപ്പ, ദയവായി വേണ്ട. അച്ചു, വാ, അമ്മയുടെ അടുത്തേക്ക് വാ, വേഗം. നീ എത്ര കാലം എന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കും നീലിമ? ഞാൻ നിന്നെ രാജ്ഞിയാക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ നിനക്ക് തടവുകാരിയായിരിക്കാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ ഞാൻ നിന്നെ വെക്കും. അപകടം രണ്ടു വശത്തു നിന്നും വന്നിരുന്നു. പക്ഷെ അച്ചുവിന് വേണ്ടി എനിക്കെല്ലാം സഹിക്കേണ്ടി വന്നു. ഒടുവിൽ ഇനി അച്ചുവിനെ കാണാൻ സുധാകരനെ വിവാഹം ചെയ്യാൻ വിവാഹപത്രങ്ങളിൽ എനിക്ക് ഒപ്പുവെക്കേണ്ടി വന്നു. സമയം എത്ര പെട്ടെന്നല്ലേ മാറുന്നത് നീലിമ. 6 വർഷം മുൻപ് നീ ആദിയോടൊപ്പമായിരുന്നു. ഇന്ന് നോക്ക്, നീ സുധാകരനോടൊപ്പം. പിന്നെ വേറൊരു കാര്യം, സുധാകരന്റെ രണ്ടാമത്തെ ഭാര്യ എവിടെയെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചോ നീലിമ. സൂക്ഷിക്കേണ്ടത് നീ അഞ്ജലി. കാരണം ആദ്യം നിന്നെ വിവാഹം ചെയ്യുന്നത് എന്റെ പ്രോപ്പർട്ടിക്ക് വേണ്ടിയാ. അവൻ പ്രോപ്പർട്ടി കിട്ടിയാൽ നിന്നെ വിട്ടുകളയും. ആദിയെക്കുറിച്ചൊരു വാക്കുപോലും പറയാൻ ധൈര്യം കാണിക്കേണ്ട നീ നീലിമ. നിന്റെ മകന്റെ ജീവനെക്കുറിച്ച് നീ ചിന്തിക്കുന്നില്ലേ? അതുകൊണ്ടാണ് നീ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ, എല്ലാവർക്കും നല്ലത് നീ സുധാകരനെ വിവാഹം ചെയ്യുന്നതാ. വാ. ഇല്ല പപ്പാ. മിണ്ടാതെ വന്നോ നീ. എന്റെ നാശത്തിന്റെ കാഴ്ച എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നു. ആദിയുടെ കൈ പിടിച്ച് അഞ്ജലി ചിരിക്കുകയായിരുന്നു. പോരാടാനുള്ള ശക്തി എനിക്കില്ലാതെയായി. അമ്മേ, അമ്മേ, അമ്മേ. വിവാഹവാക്കുകൾ എടുക്കുമ്പോൾ എനിക്ക് കാണാനായത് സുധാകരന്റെ ലോഭിയായ കണ്ണുകളായിരുന്നു. അവസാന വാക്കെടുക്കുമ്പോൾ ഞാൻ കരയുകയായിരുന്നു. അപ്പോഴാണ് അമ്മ, അച്ചു, അമ്മ, അമ്മ. നിനക്ക് സുഖമല്ലേ? അമ്മ, അമ്മ ഇപ്പൊ വിവാഹം കഴിക്കണ്ട. എനിക്ക് വിവാഹം വേണ്ട. ഇതെന്താ പുതിയ നാടകം നീലിമ? നിന്റെ മകനെ ജീവനോടെ നിനക്ക് കാണണോ വേണ്ടയോ? മതി, ഒരുപാടായി. ഇനി ഞാൻ നിങ്ങളെ പേടിക്കില്ല. എന്റെ മകനെ ഒരാൾക്ക് പോലും തൊടാൻ കഴിയില്ല. അച്ചു, വേഗം അമ്മയുടെ അടുത്തേക്ക് വാ. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നു നീലിമ. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. മനസ്സിലാക്ക്, ഇതിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും. ആദ്യം നിങ്ങൾ എന്റെ മകനെ കിഡ്നാപ്പ് ചെയ്തു. പിന്നെ എന്നെ ബലമായി വിവാഹം കഴിപ്പിക്കാൻ നോക്കി. ഇപ്പൊ നിങ്ങൾ എന്തിനാ നല്ലവനായി നടിക്കുന്നത് പപ്പ? ഇത്ര വലിയ അപമാനം. മിസ്റ്റർ വാസുദേവൻ, ഡീൽ ഓഫ്. മിസ്റ്റർ സുധാകരൻ, മിസ്റ്റർ സുധാകരൻ. ശാപമേ, ഞാൻ നിനക്കൊരു ജീവിതം തരാനാണ് നോക്കിയത്. നിങ്ങളൊരു ഭീകരനാ.
ഇങ്ങനൊരു വൃത്തികെട്ട മനുഷ്യനുമായിട്ട് എന്നെ വിവാഹം കഴിപ്പിക്കാൻ നോക്കിയവൻ. ഞാൻ ഭീകരനാണെങ്കിലേ നീയും ഒരു ദേവദൂതിയല്ല. ശരി തന്നെ പപ്പ. അവളെ എന്റെ സഹോദരി എന്ന് വിളിക്കാൻ എനിക്ക് ലജ്ജയുണ്ട്. അവൾക്കായി ഇത്ര നല്ലൊരു മാച്ച് കൊടുത്തിട്ട് കണ്ടില്ലേ അവളുടെ സ്വഭാവം. നീയും നിന്റെ മകനും എന്നിൽ നിന്ന് രക്ഷപ്പെടില്ല. ആ കുട്ടിയെ തൊടാൻ പോലും ആരെങ്കിലും ധൈര്യപ്പെട്ടാ എന്റെ ഏറ്റവും മോശം വശം അവർ കാണേണ്ടി വരും. സിദ്ധാർത്ഥനെ അവിടെ കണ്ടപ്പോൾ ഞാൻ അവനെ ചേർത്ത് പിടിച്ചു. പക്ഷേ ഉടൻ തന്നെ എനിക്കൊരു പരിചിതമായ സുഗന്ധം മനസ്സിലായി. അവന്റെ സ്പെഷ്യൽ പെർഫ്യൂമാ അത്. ആ സുഗന്ധം തിരിച്ചറിഞ്ഞ നിമിഷം എന്റെ കാലിനടിയിലെ ഭൂമി വഴുതി പോയ പോലെ. അത് അതേ സുഗന്ധമായിരുന്നു. നീലിമ, നീ ഇപ്പൊ തന്നെ എന്നെ വിവാഹം ചെയ്യുമല്ലോ. ഇനി നീലിമയ്ക്കും അവളുടെ മകൻ ആരവിനും എന്ത് സംഭവിക്കും? ഈ കഥയുടെ ബാക്കി അറിയാൻ കാണുക പ്രേമം.